രാവിലെ എവിടെ ഉണ്ടാ കൊച്ചു പങ്കാലത്തെ? രാവിലെ ഒന്ന് ഏറത്ത് വരെ ഒന്ന് പോകണം. ഏർത്ത്? ആ, അതെവിടെ ഏർത്ത്? അത് അങ്ങ് അടൂര്. സ്കൂട്ടറിൽ പോവാമോ? ആ, സ്കൂട്ടറിൽ പോകും. സ്ഥലം അറിയാതെ ഇപ്പൊ എങ്ങനെ പോകും? മാപ്പിട്ടങ്ങ് പോകാം. മാപ്പിട്ട് പോവാം. പിന്നെ എല്ലായിടത്തും മാപ്പിട്ട് പോയാൽ മതിയല്ലോ. അതെ. അപ്പൊ ശരി, വൈകിട്ട് കാണാം. ആയിക്കോട്ടെ. മാപ്പിൽ കിട്ടുന്നില്ലല്ലോ. വില്ലേജ് ഓഫീസുണ്ട്, പഞ്ചായത്ത് ഓഫീസുണ്ട്. ആ, അത് ചോദിച്ചങ്ങ് വാ. ചേട്ടാ, ഈ ഏറത്ത് പോകുന്നത് എങ്ങനെ? ഏറത്ത് എവിടെ പാനായിട്ടാ? ഏറത്ത് ജംഗ്ഷൻ. ഇല്ല, അങ്ങനെ ഒരു സ്ഥലമില്ല. സ്ഥലമില്ല. ഇല്ല, അവിടുത്തെ പഞ്ചായത്തിൻ്റെ പേര് ഏർത്തെന്നാണ്, വില്ലേജിൻ്റെ പേര് ഏർത്തെന്നാണ്. താങ്കൾക്ക് ആരെ കാണാൻ പോകണമെന്നുണ്ടെങ്കിൽ പറഞ്ഞുതരാം. MC റോഡിനോട് ചേർന്ന് ഏനാത്തിനും അടൂരിനുമിടയിലാണ് ഏറത്ത് പഞ്ചായത്ത് ആസ്ഥാനം. പക്ഷേ ഈ സ്ഥലത്തിന്റെ പേര് വടക്കടത്തുകാവ്. പഞ്ചായത്തിന് പേരിങ്ങനെയാണെങ്കിലും മരുന്നിന് പോലും വാർഡിന് ആ പേരില്ല. ഞാനും വിവാഹിതമായിട്ട് ഇവിടെ വന്നിട്ട് 53 വർഷമായി. അന്ന് ഇവിടെ ഈ പഞ്ചായത്തുണ്ട്. അന്ന് മുതൽ ഏറത്ത് പഞ്ചായത്ത് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അതോടനുബന്ധിച്ച് തന്നെ ഏറത്ത് വില്ലേജ് ഓഫീസുണ്ട്, ഏറത്ത് സർവീസ് സഹകരണ ബാങ്കുണ്ട്. ഇങ്ങനെ ഈ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളെല്ലാം തന്നെ അറിയപ്പെടുന്നത് ഏറത്ത് എന്ന പേരിലാണ്. പക്ഷേ ഇപ്പം ഈ പേരെങ്ങനെ വന്നുവെന്ന് ഇതുവരെയും ആരോടൊക്കെ അന്വേഷിച്ചതിനൊക്കെയും അവർക്കാർക്കും തന്നെ അതിനെപ്പറ്റി അറിയില്ല. 21.74 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ളതാണ് പഞ്ചായത്ത് പ്രദേശം. ഏഴംകുളം, കടമ്പനാട്, പള്ളിക്കൽ പഞ്ചായത്തുകളും അടൂർ നഗരസഭയുമാണ് അതിർത്തി. ഇനി ഏറത്ത് എവിടെയെന്ന പഞ്ചായത്തിലെ സാധാരണക്കാരോട് ചോദിക്കാം. ഉണ്ട് ഉണ്ട് അതാണ് ഈ സംഭവം. സ്ഥലം അത് തന്നെ. ഈ വടക്കടത്തുകാവ്, ഈ സംഗതിയെല്ലാം എന്തോറത്, ഈ ചൂരക്കോട്, വായനശാല, ഇതെല്ലാം ഏറത്ത് പഞ്ചായത്തിലുള്ള. സ്ഥലം എവിടെയാണ്? അത് പറയാൻ ബുദ്ധിമുട്ടാണ്. പഞ്ചായത്ത് രൂപീകരണ കാലം മുതൽ ആ പേരിനൊപ്പം ഏറത്തുണ്ട്. എന്നാൽ പേരിന്റെ പിന്നാമ്പുറം അജ്ഞാതമാണ്. കഴിഞ്ഞ പഞ്ചായത്തിൻ്റെ ഭരണസമിതിയുടെ സമയത്ത് നമ്മൾ ഇതിനെക്കുറിച്ച് പ്രമേയമൊക്കെ പാസ്സായ സമയത്ത് നമ്മൾ ഈ ഏർത്ത് എന്നുള്ള വാക്ക് ഇത് എവിടുന്ന് വന്നു എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഒത്തിരി അന്വേഷിച്ചാണ്. പക്ഷേ ഇതുവരെ നമുക്ക് അങ്ങനെ ഒരു വാക്ക് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടുമില്ല. ഇതിൻ്റെ ചരിത്രം പോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. ഇപ്പോഴും ഞങ്ങൾക്കൊക്കെ ഒരു ആശങ്ക, ഏർത്ത് പഞ്ചായത്തിൻ്റെ എല്ലാ രേഖകളിലും ഏർത്ത് എന്നുള്ളൊരു വാക്ക് കിടക്കുന്നത്. പക്ഷേ ഇത് ഔദ്യോഗികപരമായിട്ട് രേഖയില്ല. അപ്പോൾ ഈ ഏർത്ത് എന്നുള്ള വാക്ക് എങ്ങനെ വന്നു എന്നുള്ളത് ഞങ്ങൾക്കും അറിയാൻ വേണ്ടി വളരെ ഒരു ആകാംക്ഷയോടെ ഞങ്ങൾ നിൽക്കുകയാണ്. ഈ ഏർത്ത് പഞ്ചായത്തിലെ ജനങ്ങളും അതറിയാൻ വേണ്ടി നിൽക്കുകയാണ്. ഇങ്ങനെ ഏർത്ത് പഞ്ചായത്തിൽ അങ്ങനെ ഒരു സ്ഥലമേ ഇല്ല. പേരിന്റെ ചരിത്രം തേടുന്നതും പുതിയ ഭരണസമിതിയുടെ അജണ്ടയിൽ ഇപ്പോൾ ഇടം പിടിച്ചിട്ടുണ്ട്. സുധീഷ് തിരുവല്ലയ്ക്കൊപ്പം CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.